ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമത്തിലെ ഒരു സന്യാസ ആശ്രമം. അവിടെ ഗുരുവിനോടൊപ്പം കുറെ ശിഷ്യന്മാരും പാർത്തിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഗുരുജി എങ്ങോട്ടോ പോകുന്നതിനാൽ അവർക്ക് ആ ദിവസം വിദ്യകളൊന്നും പഠിക്കേണ്ടതുണ്ടായിരുന്നില്ല. അതിനാൽ ശിഷ്യന്മാർ വലിയ സന്തോഷത്തിലായിരുന്നു ശനിയാഴ്ച ദിവസം കഴിച്ചുകൂട്ടിയിരുന്നത്. ഒരു ദിവസം ശിഷ്യന്മാരിൽ ഒരുവൻ സഹപാഠികളോട് പറഞ്ഞു, എനിക്കൊരു സംശയം തോന്നുന്നു. ഓരോ ശനിയാഴ്ചയും ഗുരുജി രഹസ്യമായി പോകുന്നത് ശക്തി കിട്ടുന്ന നിഗൂഢമായ എന്തോ വിദ്യ പഠിക്കാനാകും. അപ്പോൾ ഓരോരുത്തരായി അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഗുരു ദൈവത്തെ കാണാൻ പോകുന്നതാണ്. അതല്ലല്ല, സ്വർഗത്തിൽ പോകുന്നതിനുള്ള മാർഗം തേടുകയാകും. അതൊന്നുമല്ലെന്നേ, ഗുരുവിന് എന്തോ ചുറ്റിക്കളിയുണ്ട്. ഓരോരോ അഭിപ്രായങ്ങൾ കേട്ടതോടെ പ്രധാന ശിഷ്യൻ പറഞ്ഞു, എന്തായാലും ഞാൻ ഒരു ദിവസം ഈ കള്ളത്തരം കണ്ടുപിടിക്കും. ഒരു ശനിയാഴ്ച ശിഷ്യൻ രഹസ്യമായി ഗുരുജിയെ പിന്തുടർന്നു. ഗുരു ഗ്രാമത്തിൽ നിന്ന് കുറെ അധികം ദൂരം സഞ്ചരിച്ചെത്തിയത് കാടിനോട് ചേർന്നുള്ള ഒരു കുടിലിലാണ്. ഗുരു അകത്തേക്ക് കയറി പോകുന്നത് കണ്ട ശിഷ്യൻ വളരെ രഹസ്യമായി അകത്തെ കാഴ്ചകളിലേക്ക് ഒളിഞ്ഞു നോക്കി. എന്നാൽ അവിടുത്തെ കാഴ്ച കണ്ട് ശിഷ്യൻ അതിശയിച്ചു പോയി. അവിടെ കട്ടിലിൽ ഒരു മനുഷ്യൻ തളർന്നു കിടപ്പുണ്ടായിരുന്നു. അയാളുടെ മുറി വൃത്തിയാക്കി കുളിപ്പിച്ച് വസ്ത്രങ്ങളും അലക്കി ഭക്ഷണവും ഉണ്ടാക്കി രോഗിയുടെ വായിൽ വെച്ചു കൊടുത്ത ശേഷമാണ് ഗുരുജി മടങ്ങിയത്. രാവിലെ എത്തിയ ഗുരു എല്ലാം കഴിഞ്ഞ് മടങ്ങിയത് ഉച്ച കഴിഞ്ഞാണ്. ശിഷ്യൻ തിരികെ ആശ്രമത്തിൽ ചെന്നപ്പോൾ സഹപാഠികൾ ചുറ്റിനും കൂടി സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി. ഗുരുജി ദുർനടപ്പിന് പോയതായിരുന്നുവോ? ശിഷ്യൻ പറഞ്ഞു, അല്ല, അത് നല്ല നടപ്പായിരുന്നു. ഗുരുജി സ്വർഗം തേടുന്ന യാത്രയായിരുന്നോ? അയാൾ പറഞ്ഞു, അല്ല, അദ്ദേഹം ഭൂമിയിൽ സ്വർഗമുണ്ടാക്കുന്ന യാത്രയായിരുന്നു. നിഗൂഢമായ വല്ല വിദ്യയും ഗുരുജി പഠിക്കുന്നത് നിങ്ങൾ കണ്ടോ? ശിഷ്യൻ പറഞ്ഞു, അല്ല, അദ്ദേഹം ശ്രേഷ്ഠമായ വിദ്യ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ദൈവത്തെ കാണാൻ പോയതാണോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ദൈവം ഗുരുജിയെ കണ്ടു കാണും. ഗുരുവിനെ കുറിച്ചുള്ള അന്വേഷണം ആ ശിഷ്യനെ എത്തിച്ചത് മറ്റൊരു തലത്തിലായിരുന്നു. ഇന്ന് പലരും ദൈവത്തെ അന്വേഷിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിക്കാറുണ്ട്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കേണ്ടതില്ല, ദൈവം നമ്മെ അന്വേഷിച്ച് കണ്ടെത്തുന്നു എന്നതാണ് സത്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ ദൈവ അന്വേഷണത്തിന്റെ നേർവഴി കാണിച്ചു തരുന്നു. ദൈവത്തെ കാണാൻ മലയും കാടും താണ്ടി നടക്കേണ്ടതില്ല. തീർത്ഥാടന ജ്ഞാനമന്ദിരങ്ങളിലും പോയി അഭ്യാസ പ്രകടനങ്ങൾ നടത്തേണ്ടതില്ല. അടുത്ത് വയ്യാതെ കിടക്കുന്ന ആ ഒരു മനുഷ്യനിൽ ദൈവത്തെ കാണാൻ ശ്രമിച്ചാൽ അതേ ദൈവം നമ്മെ അന്വേഷിച്ചു വരും എന്നതിൽ സംശയമില്ല. നിങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തതൊക്കെയും എനിക്കാണ് ചെയ്തതെന്ന വാക്കുകൾ കേൾക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.